എല്ലാ ജീവജാലങ്ങളും ദൈവത്തിൻ്റെ സൃഷ്ടിയാണെന്നും അവ തൻ്റെ സൃഷ്ടാവിനെ ആരാധിക്കണം എന്ന സത്യം വെളിപ്പെടുത്തുന്നതും ദിവ്യകാരുണ്യത്തിൽ പുത്രനായ ഈശോയുടെ സാന്നിധ്യത്തെ ഒരു നിസാര മൃഗം പോലും തിരിച്ചറിയുന്നതുമായ 1227 ഇറ്റലിയിലെ റിമിനിയിൽ നടന്ന ഒരു അത്ഭുതത്തെപ്പറ്റിയാണ് ഇന്ന് നാം മനസ്സിലാക്കുന്നത്. തിരുസഭയിലെ വിശുദ്ധരിൽ നമുക്ക് സുപരിചിതനായ വിശുദ്ധ അന്തോനീസ് ഒരു കൂട്ടം നിരീശ്വരവാദികളുടെ മാനസാന്തരത്തിനു വേണ്ടി ദിവ്യകാരുണ്യത്തിലെ ഈശോയുടെ സാന്നിധ്യത്തെപ്പറ്റി പ്രസംഗിക്കുകയും പലപ്പോഴും വാദപ്രതിവാദങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തിരുന്നു. ഒരിക്കൽ നാസ്തികനായ ബോനോവില്ലോ തിരുവോസ്തിയിലെ യേശുവിൻ്റെ സാന്നിധ്യത്തെ സ്ഥിരീകരിക്കാൻ വിശുദ്ധ അന്തോനീസിനെ വെല്ലുവിളിച്ചു. ഒരു അത്ഭുതം സംഭവിച്ചാൽ തങ്ങൾ കത്തോലിക്ക വിശ്വാസം സ്വീകരിക്കാമെന്ന് അദ്ദേഹവും കൂട്ടാളികളും പറഞ്ഞു. 3 ദിവസം പട്ടിണിക്കിട്ട ഒരു കഴുതയുടെ മുൻപിൽ ഒരു വശത്ത് തിരുവോസ്തി ഉയർത്തിപ്പിടിച്ച വൈദികനും മറുവശത്ത് കഴുതയുടെ ഇഷ്ടഭോജനവുമായി അതിൻ്റെ യജമാനനും നിലയുറപ്പിച്ചു. ഉടനെ തന്നെ യജമാനൻ കാണിച്ച ഭക്ഷണം ഉപേക്ഷിച്ച് കഴുത കാലുകൾ മടക്കി ബഹുമാനത്തോടെ ദിവ്യകാരുണ്യത്തെ വണങ്ങി. ഇത് കണ്ട ബോനോവില്ലോയും മറ്റ് നാസ്തികരും വിശ്വാസം സ്വീകരിക്കുകയും ദിവ്യകാരുണ്യത്തിൻ്റെ പ്രചാരകരായി മാറുകയും ചെയ്തു. ബോനോവില്ലോയുടെയും കൂട്ടരുടെയും മാനസാന്തരം രൂപതയുടെ ഔദ്യോഗിക രേഖകളിൽ സൂക്ഷിച്ചിട്ടുണ്ട്. അവിടുത്തെ മെത്രാന്റെ നിർദ്ദേശപ്രകാരം അത്ഭുതം നടന്ന സ്ഥലത്ത് ഒരു ദേവാലയം പണി കഴിപ്പിക്കുകയും ചെയ്തു. ആയിരക്കണക്കിന് തീർത്ഥാടകർ ഇന്നും ഈ വിശുദ്ധ സ്ഥലം സന്ദർശിച്ച് അനുഗ്രഹം പ്രാപിച്ചു വരുന്നു. കൂടെ വസിക്കുന്ന ഈശോയെ തിരിച്ചറിയുവാൻ സാധിക്കാത്ത അവിശ്വാസികളുടെ വിശ്വാസം വർദ്ധിപ്പിക്കുവാൻ ഒരു നിസാര ജീവിയായ കഴുതയ്ക്ക് പോലും തൻ്റെ സാന്നിധ്യം വെളിപ്പെടുത്തിയ നിത്യജീവൻ്റെ ഭോജനമായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.